സ്വന്തം മച്ചൂസ് ഗെയിം കണ്ടുകൊണ്ടിരിക്കുന്ന മൈൻക്രാഫ്റ്റ് ആണ്. ബട്ട് നമ്മളിപ്പോൾ ഉള്ളത് വൺ ബ്ലോക്കിലാണ്. ഏതെങ്കിലും കൂട്ടന്മാർ ചാനൽ സബ് ചെയ്യാത്തതിൻ്റെ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക ആൻഡ് ഷെയറും ചെയ്യട്ടെ. അപ്പോൾ നമ്മളിന്ന് വൺ ബ്ലോക്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പുറകെ വീഡിയോസുകളൊക്കെ ഇടാടെ. അപ്പോൾ നമ്മളിന്ന് വൺ ബ്ലോക്ക് ആയിട്ടാണ് വന്നേക്കുന്നത്. ഈ വൺ ബ്ലോക്കിൽ മെയിനായിട്ട് ചെയ്യേണ്ടത് ഡേറ്റ് മൈനിങ് തന്നെയാണ്. ഈ ഇവിടെ ഓരോന്ന് മൈൻ ചെയ്ത് കിട്ടുന്ന സാധനങ്ങൾ വെച്ച് നമ്മൾ നമ്മുടെ ഒരു സാമ്രാജ്യം ഇവിടെ കെട്ടിപ്പോക്കാൻ പോകണം ഗൈസ്. അത് തന്നെയാണ്, ഒറ്റ മൈൻഡാണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പ്ലെയിൻസിലുള്ളതെന്ന് തോന്നുന്നു കേട്ടോ. ഓക്കെ, ഒരു ചെസ്റ്റ്, ഫസ്റ്റത്തെ ചെസ്റ്റ് ടൈസ്. ഓക്കെ, 5 ബ്രെഡ്. ഓക്കെ, 5 ബ്രെഡ് കിട്ടിയിട്ടുണ്ട്. 5 ബ്രെഡ് ഡേ. ഓ, അച്ചീവ്മെൻ്റ് കിട്ടി. വൺ ബ്ലോക്കിൻ്റെ ഇതാണ് അൺലോക്ക് ചെയ്യാനുള്ള ഓരോരോ ചാപ്റ്റേഴ്സിനെ കുറിച്ചിട്ടുള്ള ഒരു ഇതെങ്ങനെയാണ് ഓൺ ചെയ്യുന്നത് അതുകൊണ്ടോ സർവൈവൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു ഇതായിട്ടാട്ടെ ഗെയ്സ് ഇത്. ഓക്കെ, അപ്പം നമുക്ക് ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ലടേ. ഓക്കെ, അടുത്ത പൊട്ടിച്ചോ. ഫാസ്റ്റ് ആവട്ടെ ഗെയ്സ്. ഇതിനകത്ത് മൊത്തം ക്രൗച്ചിങ് ആട്ടോ വേണ്ടേ. ഓക്കെ, നമുക്ക് ഫസ്റ്റ് തന്നെ ക്രൗച്ച് ചെയ്തിട്ട് നമുക്ക് ഇച്ചിരി ലോങ്ങിലേക്ക് പോവാടെ. നമ്മുടെ ഇത് ബെഡ് റോക്ക് ആയതുകൊണ്ട് ഫ്രണ്ടിലേക്ക് ഡേറ്റ് വെക്കാം കേട്ടോ. ബെഡ് റോക്ക് ആയതുകൊണ്ട് ജാവയിൽ ഫ്രണ്ടിലേക്ക് ഡേറ്റ് വെക്കൽ നടക്കില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ മരുന്നത്തെ ഇച്ചിരി മാറി നിന്നിട്ട് അവിടുന്ന് ഇച്ചിരി മാറിയിട്ട് നമ്മൾ വന്ന് നമ്മുടെ ബിൽഡിംഗ് ഒക്കെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും ബെറ്റർ കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇവിടെ സ്പോൺ ആയിക്കഴിഞ്ഞാൽ പണിയാണ് അവിടെ. ക്ലേയോ? ഓ, ക്ലേ കിട്ടി. ഓക്കെ, വുഡ് കിട്ടി. വീണ്ടും ക്ലേ, ഡേറ്റ്. ഓ, വുഡ്. ഓക്കെ, ആ വുഡ് കിട്ടി. ഓ, പംകിൻ എടാ. ഓ, പംകിൻ എൻ്റെ മോനെ. ലെക്കടേ ഫസ്റ്റ് തന്നെ പംകിൻ. ഓക്കെ, നമുക്ക് ഇച്ചിരി ഇത് എത്ര ബ്ലോക്ക് നീങ്ങിയിട്ടുണ്ടോ നോക്കട്ടെ. 1 2 3 4 5 6 7 8 9 10 10 ഉണ്ടോ? പോടാ, 11 വെച്ചിട്ടുണ്ട്. എന്നാൽ ഒരെണ്ണം കൂടെ വെച്ചേക്കാം. ഓക്കെ, 2 ഇട്ട് ഇറക്കി വിടുക. അയ്യോ, 2 ഇറക്കി വിട്ടിട്ട് ഇങ്ങോട്ടേക്ക്. ഓക്കെ, ഇവിടെയാണ് നമ്മുടെ ഒരു പ്ലാറ്റ്ഫോം വരാൻ പോകുന്നത്. അങ്ങോട്ടേക്ക് നമ്മുടെ അങ്ങോട്ടേക്കാണ് നമ്മുടെ മൈനിങ് ഏരിയ വരിക. ഇവിടെ നമ്മുടെ സാമ്രാജ്യം കെട്ടിപ്പോക്കാം. ഓക്കെ, അതാണ് പ്ലാനിങ്. അയ്യോ, ഡേറ്റ് എന്ത്? ഓക്കെ ഗെയ്സ്, ഇനി നമുക്ക് ഇതിനകത്ത് ഒരു പച്ചപ്പ് കൊണ്ടുവരണം ഗെയ്സ്. അതാണ് ഇനി അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞാൽ. എന്ന് വെച്ചാൽ താണ്ട ഈ പുല്ല് ഇവിടേക്ക് പിടിക്കണം ഗെയ്സ്. അതാണ് ടാസ്ക്. ഇനി ആ പുല്ല് ഇച്ചിരി ആകുമ്പോഴേക്കും നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള ഐറ്റംസൊക്കെ ഉണ്ട്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കണം. അപ്പോൾ പ്ലാങ്ക്സ് ആക്കുക. പ്ലാങ്ക്സ് വെച്ചിട്ടൊരു ക്രാഫ്റ്റിംഗ് ടേബിൾ. ഞാൻ എന്ത് പൊട്ടത്തരാടാ കാണിക്കുന്നത്? വുഡൊക്കെ എടുത്ത് എറിയുന്നു. ക്രാഫ്റ്റിംഗ് ടേബിൾ താൽക്കാലികമായിട്ട് ഇവിടെ വെക്കാടെ. ഓക്കെ, ക്രാഫ്റ്റിംഗ് ടേബിൾ അവിടെ ഇരുന്നോട്ടെ. ഒരു സ്റ്റിക്ക് ഉണ്ടാക്കാം. പിക്കാക്സ് ഉണ്ടാക്കാനുള്ളത് ഇല്ലടേ. സോഡ് വേണ്ടടേ. ഇപ്പോൾ സോഡ് ഉണ്ടാക്കിയ സേഫ് അല്ല. നമുക്കിപ്പോൾ ഒന്നും ഉണ്ടാക്കാനില്ലടേ. അപ്പോൾ ഓക്കെ, അപ്പം നമുക്ക് ക്രൗച്ച് ചെയ്തിട്ട് ഇതിനോട് ചേർത്ത് നമ്മൾ ചെസ്റ്റും വെക്കുക. നമുക്ക് ബ്രെഡൊക്കെ ഇതിനകത്ത് വെക്കാം കേട്ടോ. ഇതൊക്കെ ആവശ്യം വരും ഇവിടെ. സ്റ്റിക്കും കാര്യങ്ങളൊക്കെ ആവശ്യം വരും. ഓക്കെ, വീണ്ടും മൈനിങ്. നമുക്ക് പിന്നെ ഡേറ്റിലേക്ക് ഇതാവാവുന്ന രീതിയിലാക്കി വെക്കാം കേട്ടോ ഇവിടെ. ഓ ഏബേല്. ഓക്കെ, പുതിയ റെസിപ്പി അൺലോക്ക് ആയിട്ടുണ്ട്. പ്രൂസ്. ഓ നൈസ്, പ്രൂസ് കിട്ടിയിട്ടോ. പ്രൂസ്. ഓക്കെ, അടുത്ത ചെസ്റ്റ്. ഓ, ബോൺ വീൽ. ഓക്കെ, നൈസ്. ഇതെന്തടേ വരാത്ത? ഓക്കെ, ബോൺ വീല്. പിന്നെ 2 ബെറീസ് ഉണ്ട്. പിന്നെ 2 പൂവുണ്ടേ. വേറെന്താ? ഓക്കെ, അത്രേ ഉള്ളൂ. നമുക്ക് ചെസ്റ്റ് പൊട്ടിക്കാം. പിക്കാക്സ് ഉണ്ടാക്കണം ഗെയ്സ്. അതാണ് ഇനി ഇത് വേണ്ടത്. അതിനാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. ഓ ഹലോ ഗൈ. അയ്യോ, അടാ
എടാ കൊച്ചുണ്ടപ്പറി ഗേസ്, നമുക്ക് ബെഡ് ഉണ്ടാക്കേണ്ട ഫ്യൂച്ചറിലേക്കുള്ളവനെയാണ് അവൻ. ഇവനെ നമുക്ക് കടത്തി വെട്ടിക്കണം കേട്ടോ. ഓക്കെ, ഇപ്പം താഴ്പോക്കോളും. ഓക്കെ ബൈ. അവനെ ഇവിടെ വെച്ചിട്ട് എന്തുണ്ടാക്കണം ഗേസ്? എനിക്ക് സ്ഥലവും ഇല്ല, ഒന്നുമില്ല. മാമനോടൊന്നും തോന്നല്ലേ. ഓക്കെ, ഇപ്പം നമുക്ക് അടുത്ത നമ്മുടെ വുഡ് ഇതിനകത്തും ഉണ്ടേ. ഓക്കെ ഓക്കെ ഓക്കെ. എന്തൊക്കെയാടാ ഞാൻ ഈ കൊച്ചു കേരളത്തിൽ കാട്ടുന്നത്? അയ്യോ. ഓക്കെ, ഒരു പിക്കാക്സ് ആക്സും കൂടെ ഉണ്ടാക്കണേ. ആക്സ് ഉണ്ടാക്കാൻ ഒപ്പി. ഓക്കെ, ഒരു ആക്സും ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ ചെസ്റ്റ് കുറച്ചും കൂടി ഇതിനോട് ചേർത്ത് വെക്കാം ഗൈസ്. ഇതുവരെ നമ്മൾ മരിച്ചിട്ടില്ല കേട്ടോ, അതൊക്കെ അത്രയേ ഉള്ളൂ. നമ്മുടെ ബോൺ വീൽ അവിടെ ഇരുന്നോട്ടെ, എല്ലാം അവിടെ ഇരുന്നോട്ടെ. ഡേറ്റ് നമുക്ക് പ്ലാറ്റ്ഫോം നീളം കൂട്ടണം, അതുകൊണ്ട് ഡേറ്റ് ഇവിടെ ഇരുന്നോട്ടെ. ഓക്കെ ഓക്കെ, ബൊക്കെ ബൊക്കെ ബൊക്കെ. ഓക്കെ, അപ്പം നമുക്ക് ഡേറ്റ് വെച്ചിട്ട് പ്ലാറ്റ്ഫോം ബാക്കിയും കൂടെ വലിപ്പം കിട്ടാടെ. ഇങ്ങോട്ട് വെക്കുക, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വെക്കുക, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വെക്കുക, ഇവിടെ വന്നിട്ട് ഇതിങ്ങോട്ട് വെക്കുക. ഓക്കെ, അവിടെ ഒരെണ്ണം കൂടെ വെക്കാണ്ട് അതും കൂടെ കഴിഞ്ഞ് നമുക്ക് അവിടെ ഒരു ഫുള്ള് കംപ്ലീറ്റഡ് ആവിടെ. ഓക്കെ, ഇതാണ്ടേ ഗ്രാസ് ഇങ്ങോട്ടേക്ക് സ്പ്രെഡായിട്ടുണ്ട് ടൈസ്. അപ്പോൾ എളുപ്പമായി. ഇനി ഇതിങ്ങനെ സ്പ്രെഡായി നമ്മൾ ഇനി വെക്കുന്ന മൊത്തം സ്പ്രെഡായിക്കോളും. അപ്പോൾ നമുക്ക് ബാക്കി കൂടെ പൊട്ടിക്കാം ഗൈസ്. ഒരു ലവ് പാർട്ടിക്കിളൊക്കെ വന്നിട്ടൊരു ചെസ്റ്റ് വന്നു. ഓക്കെ, 25 ബ്രെഡ് നൈസ്. ഒരു വുഡിൻ്റെ പിക്കൽസ് നൈസ്. പിന്നെ വാട്ടർ ബക്കറ്റ് ഗൈസ്, ലെക്ക് കേട്ടോ, വാട്ടർ ബക്കറ്റ്. ഇനി വേറെ ഒന്നും വേണ്ട. അല്ല, അങ്ങനെയല്ല, ഞാനൊരു പ്ലാറ്റ്ഫോം ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ, ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമുക്ക് വാട്ടർ ബക്കറ്റ് ഏറ്റവും പ്രധാനപ്പെട്ട സാധനമായതുകൊണ്ട് അവിടെ വെക്കുക. ഇപ്പോൾ വാട്ടർ ബക്കറ്റ് വെച്ച് ഒന്നും എനിക്ക് ചെയ്യാനില്ല ഗൈസ്. അപ്പോൾ ഞാൻ വാട്ടർ ബക്കറ്റ് ഇപ്പോൾ അവിടെ ഇരുന്നോട്ടെ, പിന്നീട് നമുക്ക് എടുക്കാടെ. അല്ലാണ്ട് ഇപ്പം എന്ത് ചെയ്യാം, നമുക്ക് പിന്നീട് ഫ്യൂച്ചറിലേക്ക് എന്താണ് ആവശ്യം വരും. അപ്പോൾ അതിനായിട്ട് അവിടെ വെക്കാം. വീണ്ടും മൈനിങ് മാത്രം ഗൈസ്. ഫസ്റ്റ് ഷീപ്പ്. എടാ ഷീപ്പ് വന്നടാ. ഫസ്റ്റത്തെ ഷീപ്പടാ, ഇത് നമ്മൾ തകർക്കും. ഓക്കെ, ഒരെണ്ണം മാത്രം മതിയല്ലേ, ബാക്കി അവിടെ ഇരുന്നോട്ടെ. ഇവരെ ഞാൻ എങ്ങനെ സേവ് ചെയ്യൂടാ, അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. നമുക്കത് കഴിഞ്ഞിട്ട് വേറെ എടാ ഇവന്മാരെങ്ങനെ സേവ് ചെയ്യണോടാ? അല്ലെങ്കിൽ ഇവന്മാർ താഴ്ത്തു, ഉറപ്പാണ്, 100% ഉറപ്പാണ്. താഴ്ത്തു പോകുന്നുള്ള 100% ഉറപ്പാണ്. സ്റ്റിക്ക് ഉണ്ടാക്കിയിട്ട് നമുക്ക് വുഡ് ആവശ്യമുള്ളതാടാ വുഡ്. അപ്പോൾ വുഡ് അങ്ങനെ കളയാനും പറ്റില്ല. നമുക്ക് സാപ്ലിങ്സ് കിട്ടിയിട്ടില്ലല്ലോ. സാപ്ലിങ്സ് കിട്ടുന്നവരെ വുഡ് കളയാനും പറ്റില്ല. പക്ഷെ ഇവനെ നമുക്ക് സേവ് ചെയ്തില്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാനും ബുദ്ധിമുട്ടാണ്. മൊത്തത്തിൽ ഇടങ്ങേറാണല്ലോ ഡേ. ഒരു 3 ഉണ്ടാക്കി വെക്കാം. ഇനി വെക്കാം, ഒരു ഡോർ ഉണ്ടാക്കാം. നമുക്ക് ആവശ്യത്തിന് മാത്രം എടുക്കാടെ, എടുക്കാം. നോക്കട്ടെ, 3 എന്തായാലും പോരാ. അയ്യോ സോറി, 3 എന്തായാലും പോരാടേ. ഒരു 3 കൂടെ, വീണ്ടും ഒരു 3 കൂടെ. എന്നിട്ട് 3 3 6 9 ഉണ്ടല്ലോ. 9 വെച്ച് പറ്റുമോ നോക്കി നോക്കാം. പോലെ ഡേ കറുത്തപ്പാണ്ടേ, ഇങ്ങോട്ടാ അവിടെ ഇരുന്നോണം, അല്ല അടിച്ച് ഉറക്കിക്കളഞ്ഞ. ഓക്കെ, അത് 3 തീർന്ന്. എവിടെയും വെക്കുക, ഇവിടെയും വെക്കുക. ഇതെടുക്കുക, ഇവിടെ വെച്ചാൽ മതിയായിരുന്നു. ഇവിടെ വെക്കുക, ഇവിടെയും വെക്കുക.
എവിടെയും നടക്കൂല. ഇത് ഭയങ്കര ചെറിയ സ്ഥലമായി പോകും. നമുക്ക് അടുത്ത ആടിനെ കിട്ടിയാലും ഇടണ്ടേ, ഭയങ്കര ചെറിയ സ്ഥലമായി പോകും. ഇപ്പോൾ തട്ടിക്കൂട്ടി ഇവിടെയൊക്കെ ആക്കാം, നമുക്ക് പിന്നീട് സ്ഥലം ആക്കി നീട്ടാടെ. ഇപ്പോൾ താൽക്കാലികമായിട്ട് ഇവിടെ മതി, അതാണ് നമുക്ക് എന്തുകൊണ്ടും നല്ലത്. എടേ ഇവൻ ബാ പയ്യെ വന്നാൽ മതി, ഒരു തിരക്കൂല എനിക്ക്. ഇങ്ങോട്ട് കേറി. ഇതെന്താ ഇവൻ്റെ ഈ ഉള്ളൊക്കെ കാണുന്നേ? നമുക്ക് ഒരു വുഡ് തീർന്നടാ. വുഡ് പണിയാവോ? വുഡ് ഇത് മൊത്തം എടുത്ത പണിയാവോ? എടാ വരുന്ന വഴി വെച്ചാണേ പണിയാവോ? തമ്പുരാനറിയാം. ഓക്കെ, ഇതും കൂടെ എടുക്കുക. നമുക്കിവനെ ലോക്ക് ചെയ്യാം. അയ്യോ, ഓക്കെ, ഇവനെ ലോക്ക് ചെയ്തിട്ടാ. ഒരെണ്ണം വിളിച്ചിട്ട് നമുക്കത് ഡോറാക്കണേ. ഓക്കെ, ഡോറ് സെറ്റ്. ഇനി നമുക്ക് ഇത് പൊട്ടിച്ചോളാം. കാരണം എന്ന് വെച്ചാൽ വല്ല പട്ടി എങ്ങാനും സ്പോൺ ആയിക്കഴിഞ്ഞാൽ മൂഞ്ചു. പട്ടി സ്പോൺ ആയിക്കഴിഞ്ഞാൽ പട്ടി ചാടി കയറി വന്ന് ഇവനങ്ങ് തീർത്ത് കളയും. പിന്നെ നമ്മളിത് ആക്കി വെച്ചത് വെറുതെ ആയില്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനനുസരിച്ചുള്ള പരിപാടി ചെയ്യണം. ഓക്കെ, എൻ്റെ ഡേറ്റ് ഉണ്ട്. ഓക്കെ, ഡേറ്റ് ഇവിടെ ഒരെണ്ണം വെക്കുക. ഓക്കെ, നമുക്ക് ഇവിടെ വെക്കാം. ഓക്കെ, നമ്മൾ ഫസ്റ്റത്തെ ആട് ഗെയ്സ്, നമ്മുടെ ഫസ്റ്റത്തെ ടാസ്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. 2 ആടിനെ എടുത്തിട്ടുണ്ട്. ഇനി ഇവന്മാരെ ബ്രീഡ് ചെയ്യിപ്പിച്ച് ഇറക്കിയാൽ മതി. പിന്നെ നമുക്ക് ഒരു ഷിയർ കിട്ടിയാൽ ഷിയർ ഉണ്ടാക്കാനുള്ള അയം കിട്ടിയാൽ മാത്രമേ ഇവന്മാരെ നിന്ന് ബെഡ് ഉണ്ടാക്കാൻ പറ്റൂ. അതൊരു പ്രോബ്ലമാണ്. പിന്നെ 2 കൗവിനെ ഞാൻ പിടിച്ചു വെച്ചിട്ടുണ്ട്. നമുക്ക് ലെതറിൻ്റെ ആവശ്യം ചിലപ്പോൾ വന്നാൽ ലെതർ യൂസ് ചെയ്യാനായിട്ട് അവരെ സെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ പിഗിനെ ഒരെണ്ണം കിട്ടിയപ്പോൾ ചുമ്മാ വെച്ചതാട്ടോ. ഈ പിഗിനെ വെച്ചിട്ട് വലിയ ഉപകാരമൊന്നുമില്ല. പിന്നെ കണ്ടപ്പോൾ ഒരു കൊതി കയറി അങ്ങ് വെച്ചെന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അത്ര ഞാൻ ചെയ്തിട്ടുണ്ട്. ഒറ്റ നമ്മുടെ ഷീപ്പിനെ കിട്ടുന്ന ആ വീഡിയോ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. നമുക്ക് ചിക്കൻ്റെ ഒന്നും ആവശ്യമില്ലടേ, അതാണ് എല്ലാത്തിനും ഒഴിവാക്കി വിടുന്നത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ടാസ്ക് നമ്മുടെ ഫുഡിൻ്റെ കാര്യമാണ് കേട്ടോ. നമുക്കിനി അയം കിട്ടുന്ന വരെ ഇനി ബെഡ് ഉണ്ടാക്കാൻ നോക്കണ്ട. പറ്റുവാണെങ്കിൽ നമുക്ക് അവിടെ ഇച്ചിരി ഒരു പ്ലാറ്റ്ഫോം ആക്കിയിട്ട് പുതിയ ആടുകൾ വരികയാണെങ്കിൽ മാത്രം നമുക്ക് സെറ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് ആടുകൾ വേണമെങ്കിൽ ഇപ്പോൾ ഒരു ചെറിയൊരു ഇതും കൂടെ ആക്കിയിട്ട് ബ്രീഡ് ചെയ്യിപ്പിച്ച് ഇറക്കി, എന്നിട്ട് നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഇപ്പോഴത്തെ വുഡ് വെച്ചിട്ട് ഇച്ചിരി കൂടെ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് ആടിനെ ബ്രീഡ് ചെയ്യിപ്പിച്ച് ഇറക്കിയിട്ട് ആടിനെ ബ്രീഡ് ചെയ്ത് ഇറക്കടാ. എന്നിട്ട് അപ്പോൾ നമുക്ക് വേഗം ഇതാവുമല്ലോ. ഷിയറിന് വേണ്ടി വെയിറ്റ് ചെയ്യണ്ട. ഷിയറിന് വരെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവും തോന്നുന്നില്ല. ഇതിപ്പോൾ രണ്ടാമത്തെ രാത്രി ആയി, ഡേ 2 ആയില്ലേ. അപ്പോൾ ഇനിയും നീട്ടിയിട്ട് പണി ഇട്ടണ്ട. നമുക്ക് ഇവന്മാരെ ഒന്ന് ചെറുതായിട്ടൊന്ന് നീട്ടിയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാടെ. ഉള്ള ഫെൻസ് വെച്ചിട്ട് അങ്ങ് സെറ്റ് ചെയ്യാം. ഓ അയ്യോ, ശാമ്പലാവണ്ട, അത് അടച്ചു വെച്ചേക്കാം. എടാ, അതെവിടെയാ പോയേ? ഉള്ളിൽ 7 ഉണ്ടായിരുന്നു, അതൊന്നും നമ്മൾ അറിഞ്ഞില്ല. ഓക്കെ, കവർ ചെയ്തു. ഇനി ഇതങ്ങ് പൊട്ടിക്കാം. അവർക്ക് നടക്കാൻ സ്ഥലമാവട്ടെ. ഓക്കെ, ഇച്ചിരി കൂടെ നീളം കൂട്ടാനുള്ള ഇതുണ്ട് എൻ്റെ കയ്യിൽ. ഓ സോറി,
മൈ മിസ്റ്റേക്ക്. ഇച്ചിരി കൂടെ നമുക്ക് നീളം കൂട്ടാടെ. ഇവിടെയും 2 എണ്ണം 3 എണ്ണം കൂടെ ഉണ്ട്. ഒന്ന് ഇവിടെ, ഒന്ന് ഇവിടെ. ഇനി ഇത് ഇവിടെ നിന്ന് പൊട്ടിച്ചെടുത്തിട്ട് അങ്ങോട്ട് വെക്കും കൂടെ ചെയ്താൽ മതി. ഒന്ന് ഇവിടെ. എന്നാൽ ഇത് 2 അങ്ങോട്ടേക്ക് വെക്കാം. ഇത് പൊട്ടിക്കുക, ഇതും പൊട്ടിക്കുക. ഒന്നിവിടെ. അപ്പോൾ പ്ലാറ്റ്ഫോമിൻ്റെ നീളം വീണ്ടും കൂട്ടണ്ടായിട്ടില്ലേ? ഇത്ര വലിയ കൂട് വേണോ ഇവിടെ? കൂടിന് എത്ര വലിപ്പം വേണോ? ഇപ്പോൾ ഉള്ള വലിപ്പം പോരെ? ഇപ്പോൾ ഉള്ള വലിപ്പം മതി ഗൈസ്. എന്താണ് ഞാൻ വെച്ചത് വെച്ച് ഇതിപ്പോൾ ഇവിടെ ഇരിക്കട്ടെ. അല്ലാണ്ട് ഇപ്പം എന്ത് ചെയ്യാം? ഇതിന് കൊടുക്കുക. ആടുകൾ തമ്മിലാട്ടോ ബ്രീഡിങ് നടക്കണ്ടേ. നമുക്ക് കൗവിനിപ്പോൾ ബ്രീഡ് ചെയ്യിപ്പിച്ച് വെറുതെ അലമ്പാക്കണ്ട കേട്ടോ. അതുകൊണ്ട് ആടിന് മാത്രം കൊടുക്കാം. ആടുകൾ ബ്രീഡായി കുട്ടി ഉണ്ടാവട്ടെ. ഓക്കെ, കുട്ടി ഉണ്ടായി. നമ്മുടെ കൈയുള്ളത് കൊടുത്തിട്ടാ. ഇത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പണിയാവും. നമ്മുടെ കൈയുള്ളത് കൊടുത്ത് നമ്മൾ ഒഴിവാക്കണം. കാരണം വെച്ചാൽ ചിലപ്പോൾ പണി കിട്ടിയാലോ ഇനി ഫുഡിന് നമുക്ക് ടൈറ്റ് വന്നാൽ പണി കിട്ടും. അപ്പോൾ മുൻകരുതൽ എടുക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യടേ. അത് കുഴപ്പമില്ല. എന്തെങ്കിലും കാട്ടോ, ഒരു പട്ടീനെ എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്യാം അവിടെ. ഒന്നും വിഷയമുള്ള സെറ്റല്ല. വില്ലേജേഴ്സിനെ കിട്ടുമോ? എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വില്ലേജേഴ്സിന് നമ്മൾ മോബ് ഫാം ഉണ്ടാക്കേണ്ട വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. വലിയ അറിവില്ല അതിനെപ്പറ്റി. നമുക്ക് നമുക്കൊരു ലാവ് കിട്ടണം. ലാവ് കിട്ടിയാൽ നമുക്ക് സ്റ്റോൺ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാമായിരുന്നു. സ്റ്റോൺ ഡ്യൂപ്ലിക്കേറ്റർ ഉണ്ടാക്കുമായിരുന്നു. നോക്കട്ടെ. ഓക്കെ, അപ്പോൾ ഗൈസ് എന്താണ്, ഞാൻ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വെച്ചാൽ വൈൻഡപ്പ് ചെയ്യാണ്. ഞാൻ നെക്സ്റ്റ് എപ്പിസോഡ് ഇടാം. അപ്പോൾ ഇതിലെന്തെങ്കിലുമൊക്കെ കണ്ടൻസ് നമുക്ക് സെറ്റ് ചെയ്യണം. ഇതിനകത്ത് മാക്സിമം ഇതിനകത്ത് ഗ്രൈൻഡ് ചെയ്യാൻ പറ്റുന്ന അത്ര ഞാൻ ഇരുന്ന് ഗ്രൈൻഡ് ചെയ്യാം കേട്ടോ, ഇന്ന് മൊത്തം ഇരുന്ന്. ഓക്കെ, നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. സോ ഗൈസ് അപ്പോൾ നമുക്ക് പുതിയൊരു പ്ലേസിലേക്ക് പോകാനുള്ള ഒരു ഇത് വന്നിട്ടുണ്ട് ടേസ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാനിത് പെട്ടെന്നൊന്ന് വീഡിയോ എടുത്ത് വെക്കാൻ കരുതി. അടിപൊളി. ഓ, സ്റ്റോൺ